നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ ഭരണം ഇങ്ങനെ ബി ജെ പിക്ക് ഉറപ്പിച്ച രീതിയിലാണ് ജനങ്ങൾ വോട്ടെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ സുരേഷ് ജി കൂടെയുണ്ട്. സുരേഷ് ജി ഇപ്പം ഏതാണ്ട് ഉറപ്പിച്ച് മട്ടിൽ നിൽക്കുന്ന ശ്രീലേഖ IPS വിജയിച്ചിരിക്കുകയാണ്. എന്തുവാണ് ഈ സമയത്ത്? ഞങ്ങളുടെ ശ്രീലേഖ IPSും അതോടൊപ്പം തന്നെ VV രാജേഷും ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു. അതുപോലെ പൊങ്കുളം വാർഡ് എത്രയോ ദശാബ്ദങ്ങളായിട്ട് CPMൻ്റെ കയ്യിലിരുന്ന വാർഡ്, കുഴിവിള വാർഡ് എത്രയോ ദശാബ്ദങ്ങളായിട്ട് CPMൻ്റെ കയ്യിലിരുന്ന വാർഡ്, അവിടെയൊക്കെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ തന്നെ CPMനെ തോൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കും എന്നുള്ള ഇതുവരെയുള്ള ഫലങ്ങൾ 2 മണിക്കൂർ കഴിയുന്ന സമയത്ത് ആ ഫലം BJPയുടെ സ്വപ്നത്തിനനുസരിച്ച് തിരുവനന്തപുരം നഗരം എത്തും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. അതുപോലെ BJPയുടെ വോട്ട് മറിക്കാൻ വേണ്ടി കുറേ വാർഡിൽ വെട്ടിമുറിച്ചിരുന്നു. അത് CPMന് വേണ്ടി. ആ വാർഡിൽ CPM അധിപതറി BJP വന്നു ചെയ്തു. ഉദാഹരണം സൈനിക സ്കൂൾ വാർഡ് വരെ. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ചില ശ്രമങ്ങളൊക്കെ, എല്ലാവിധ കുതന്ത്രങ്ങളും, കള്ളവോട്ട്, അതോടൊപ്പം തന്നെ വ്യാജന്മാരെ അണിനിരത്തുക, വാർഡുകൾ വെട്ടിമുറിക്കുക, ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത വോട്ട് ഡിലീറ്റ് ആവാതിരിക്കുക, ഞങ്ങൾ ആഡ് ചെയ്ത വോട്ട് ആഡ് ചെയ്യപ്പെടാതിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കൃത്രിമങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ കാണിച്ച് ഭരണകൂടത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയ ഒരു സർക്കാരായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അവർ തിരുവനന്തപുരം നഗരസഭയിൽ BJP വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണിയും എടുത്തു. പക്ഷേ BJPക്ക് അതിനെല്ലാം അതിജീവിച്ച് CPM കോട്ടകളിൽ തന്നെ വിള്ളലുണ്ടാക്കിക്കൊണ്ട് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ് കാണുന്നത്. കേരളത്തിൽ മൊത്തം BJP തെരഞ്ഞെടുപ്പാണ്. 30 വർഷമായിട്ട് കൊല്ലം ഭരിച്ചിരുന്ന നഗരസഭ UDF ഒന്നാം സ്ഥാനത്ത് വരെയും BJP പ്രതിപക്ഷത്താവുകയാണ്. അവിടെ കൊല്ലത്ത് CPMന് ഒരു അടിത്തറയില്ലാത്ത രീതിയിൽ വരെയാണ്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDFന് എതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം ആഞ്ഞടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് കിട്ടി എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഇതെല്ലാം കുത്തി ഒഴുകി UDFന് അനുകൂലമായിട്ട് പോകുന്ന ഒരു കേരള സാഹചര്യമാണ് ഇതിനു മുമ്പുണ്ടായിരുന്നത്. അതിപ്പോൾ മാറി. BJPക്ക് നേടാൻ സാധിക്കുന്ന സ്ഥലത്ത് BJPക്ക് നൽകാൻ കേരള ജനത തയ്യാറായി എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ ഈ നേട്ടത്തെ കാണുന്നത്.